ഹലോ ഫ്രണ്ട്സ്, ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ എല്ലാവരും കാത്തിരുന്ന പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന് പറയുന്ന ആ ഒരു തസ്തികയുടെ നോട്ടിഫിക്കേഷൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സൈറ്റിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അപേക്ഷിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ആ സമയത്ത് ഒരു വീഡിയോ എന്തായാലും ചെയ്യാം. അത് പൊതുവെ ഞാൻ ചെയ്യുന്ന സംഭവം തന്നെ. അതിൽ എന്തൊക്കെയാണ് ആ യോഗ്യത ആഡ് ചെയ്യണം എന്ന സംഭവം, അപ്പോൾ അതിൻ്റെ യോഗ്യത എന്താണ്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ പുതിയ പരിഷ്കരിച്ച നടപടികൾ എന്നുള്ള ആ ഒരു സംഭവം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 2021 ഇറങ്ങിയ സ്പെഷ്യൽ റൂൾ അനുസരിച്ചിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറും അതേപോലെ തന്നെ ഫയർമാൻ ഡ്രൈവറിൻ്റെയും അതേപോലെ ഷോഫറിൻ്റെയും ആയിട്ടാണ് ഞാൻ കോഴ്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ ഫയർമാൻ ഡ്രൈവറിൻ്റെയും പോലീസ് ഡ്രൈവറിൻ്റെയും അതിൻ്റെ സിലബസ് എന്താ പറയുക അടിമുടി മാറിയത് കൊണ്ട്, അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും സിലബസിൽ വ്യത്യാസം വന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നവംബർ 29 വരെ നിലവിൽ അതേ സിലബസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷേ അതും പോലീസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ പോലുള്ള തസ്തികൾക്ക് യൂസ് ആവും. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ എന്താ പറയുക, നമ്മൾ ഇതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സും അതേപോലെ മാത്തമാറ്റിക്സിൻ്റെ ചെറിയ ക്ലാസ്സുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും കൊണ്ടുപോകുന്നത്. ഓക്കെ, മാത്തമാറ്റിക്സ് അത്ര ബുദ്ധിമുട്ടുള്ള പ്രശ്നമൊന്നും വരില്ല, അത്ര LDC ലെവൽ. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി അവർ പറയുന്ന ടോപ്പിക്ക് വെച്ച് നോക്കുമ്പോൾ വലിയ പാടൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. അതിലൊരു 10 മാർക്കിന് എങ്ങനെ പോയാലും ഒരു 7-8 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം നല്ല നിലയ്ക്ക് നമുക്ക് റാങ്കിൽ വരാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നെ കറണ്ട് അഫയേഴ്സ് കാര്യങ്ങൾ, നോട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ നിലവിലുള്ള ക്ലാസ്സിൽ. അപ്പോൾ നിലവിൽ ഒരു കോഴ്സ് ഏകദേശം കംപ്ലീറ്റ് ആകാനായി. ഒരു 3 മാസം എന്ന് പറഞ്ഞു, നവംബർ 29 3 മാസത്തിലുപരി ആ കോഴ്സ് കംപ്ലീറ്റ് ആകാനായി. നിലവിൽ ജോയിൻ ചെയ്ത ലേറ്റസ്റ്റായി ജോയിൻ ചെയ്ത ആൾക്കാരെയും അതേപോലെ തന്നെ കഴിഞ്ഞ ആദ്യം മുതൽ ജോയിൻ ചെയ്ത ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇനി അടുത്ത കോഴ്സിലേക്ക് പോവുകയാണ്. അതായത് പോലീസ് ഡ്രൈവറും അതേപോലെ ഫയർമാൻ ഡ്രൈവറും ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള സിലബസ് ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും നിലവിലുള്ള ആൾക്കാർക്ക് ചെറിയ ഒരു ഫീസ് ഉൾപ്പെടുത്തിക്കൊണ്ടും ഇപ്പോൾ പുതുതായി ചേരുന്ന ആൾക്കാർക്ക് 400 രൂപ എന്ന് പറയുന്ന ആ ഒരു ഫീസ് 90 ദിവസം എന്ന് പറയുന്ന ആ ഒരു നിലയ്ക്കായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. എന്തായാലും സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ 20 മാർക്കിനുള്ള ക്ലാസ് ഉണ്ടാവും. അതേപോലെ ഓൾറെഡി നമ്മൾ 30 മാർക്കിൻ്റെ ക്ലാസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെയും അതേപോലെ മോട്ടോർ വെഹിക്കിൾ റൂളിൻ്റെയും എടുക്കാനായിട്ടുണ്ട്. പക്ഷേ നല്ല കാര്യമായി. അപ്പോൾ നമ്മൾ റെഗുലേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, 40 റെഗുലേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, ഈ മെക്കാനിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കുറേ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിൽ പങ്കെടുത്ത ആൾക്കാർക്ക് അറിയാം. എന്തായാലും ചേർന്ന ആൾക്കാർ കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഘട്ടം എന്താണ്, നമ്മൾ ഫയർമാൻ ഡ്രൈവറിൻ്റെ സിലബസ് അങ്ങ് മാറിക്കഴിഞ്ഞു. അപ്പോൾ അടുത്ത ഘട്ടം ഞാൻ പറഞ്ഞു, എന്തായാലും ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു വാഗ്ദാനം തന്നിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിലുള്ള ജോലി കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്ന്. അതിന് ഞാൻ ഒരിക്കലും പിന്മാറില്ല. അതേപോലെ സിലബസ് കണ്ട കുറേ ആൾക്കാർ കിളിപോയി നിൽക്കുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ നിങ്ങൾ എന്നേക്കും മറന്നേക്കും. കാരണം വെച്ചാൽ നമ്മൾ ഒരു ഉദ്യോഗാർത്ഥികളാണ്. PSC ഏത് സിലബസ് തന്നാലും നമ്മളത് നേരിടാൻ തയ്യാറായിരിക്കണം എന്നുള്ള എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കാലതാമസം, അതായത് ഒരുപാട് നമുക്ക് കാലം കുറവാണ്. അപ്പോൾ ഒരുപാട് നമ്മൾ അതിൻ്റെ എന്താ പറയുക പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഞാൻ പറയുന്നത് അത് നമുക്ക് എന്തായാലും പഠിക്കാനുള്ള ഒരു താല്പര്യം കാണിച്ചുകൊണ്ട് കുറച്ച് എന്താ പറയുക വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ശക്തമായ ഒരു പഠനത്തിലൂടെ മുന്നോട്ട് വരിക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിശക്തം തിരിച്ചു വരവിലൂടെ നമ്മൾ നല്ലൊരു റാങ്ക് തന്നെ നേടാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അതായത് ഇതിൽ നമ്മളിപ്പോൾ പിന്നോട്ട് നമ്മളെന്താ ഡെസ്പായി കഴിഞ്ഞാൽ, ഇതിലിപ്പോൾ ഈ സിലബസ് ഇങ്ങനെയാണ്, എന്നെക്കൊണ്ട് പറ്റില്ല, എന്നെക്കൊണ്ട് കഴിയില്ല എന്നുള്ള ആ രൂപത്തിലേക്കാണ് പോകണമെന്ന് വെച്ചാൽ, ഇതിൽ നിങ്ങളിൽ കുറച്ച് ആൾക്കാർ, ഞാൻ അങ്ങനെ ചിന്തിക്കാട്ടോ, അതായത് നിങ്ങളിൽ കുറച്ച് ആൾക്കാർ ചിന്തിക്കും എന്തായാലും ഇറങ്ങിക്കഴിഞ്ഞു ഒരു പുഴ നമുക്ക് എന്താ പറയുക ഒരു ബേസ് ആയിട്ട് നമുക്ക് എടുക്കാം, അല്ലേ, ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. ആ പുഴ പകുതി എത്തിക്കഴിഞ്ഞു, വീണ്ടും നമ്മൾ കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ കരക്കടുക്കും. പക്ഷേ നമ്മൾ അയ്യോ പുഴ പകുതി എത്തി, ആഴം കൂടുന്നതുകൊണ്ട് തിരിച്ച് കയറി കഴിഞ്ഞാലോ നമ്മൾ അതിൻ്റെ എന്താ പറയുക അക്കരെ കിടക്കുന്ന ആ ഒരു ദൗത്യത്തിൽ നിന്നും പിന്മാറേണ്ട ഒരു അവസരത്തിലേക്ക് വരും. അതായത് പൂർണ്ണമായും മഴ നനഞ്ഞു കഴിഞ്ഞു, ഇനി കുളിച്ച് കയറാം എന്നുള്ള ആ ഒരു ലെവലിലേക്ക് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. എന്തായാലും മഴ നനഞ്ഞു, അല്ലേ, ഇനി കുളിച്ച് കയറാം എന്നുള്ളതാണ് നമുക്ക് എന്താ പറയുക ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആരും പിൻവാങ്ങരുത്. ഊർജ്ജത്തോടെ 100% ഊർജ്ജത്തോടെ തന്നെ മുന്നോട്ട് പോവുക, കുതിക്കുക. അതിന് ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് വേണം. കാരണം വെച്ചാൽ ഒരിക്കലും ഞാൻ എന്താ പറയുക നിങ്ങളെ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആകുന്നവരെ നിങ്ങളുടെ ഒപ്പം ഉണ്ട് എന്നുള്ള ആ ഒരു ഗ്യാരണ്ടി ഞാൻ നൽകുന്നു. അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ എന്ന് പറയുന്നത് 9895812092. ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. മാക്സിമം കോൾ വിളിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോൾ വരുന്നുണ്ട്, എടുക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. മാക്സിമം എന്ത് തന്നെയായാലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ അതിൻ്റെ മറുപടി ഞാൻ നൽകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അതിൻ്റെ കാര്യങ്ങൾ ഒരു വശം ഇരുന്നോട്ടെ. ഇനി ഈ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ
അതേപോലെ ഫയർമാൻ ഡ്രൈവറിൻ്റെ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഇന്നതാണോ ഇങ്ങനെയാണോ എന്ന് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, എന്നോട് വാട്സപ്പിൽ ചോദിക്കുന്നുണ്ട്, അതേപോലെ ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന മറുപടി മൊത്തത്തിൽ നിങ്ങൾക്ക് തരുമ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് യൂസ് ആയിട്ട് വരും. അപ്പോൾ എന്തായാലും അതിൽ ചോദ്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത്, ഒന്ന്, ഫയർമാൻ ഡ്രൈവറിന് നീന്തൽ പരീക്ഷ ഉണ്ടാവുമോ? അതായത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, കഴിഞ്ഞ നോട്ടിഫിക്കേഷനിലായാലും ഈ നോട്ടിഫിക്കേഷനിലായാലും ഫയർമാൻ ഡ്രൈവർ എന്ന് പറയുന്ന ആ ഒരു തസ്തികയ്ക്ക് നീന്തൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പെഷ്യൽ റൂള് ഗവൺമെൻറ് ഇറക്കുന്ന അനുസരിച്ചിട്ടായിരിക്കും പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നത്. ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നീന്തൽ പരീക്ഷയുടെ കാര്യം എവിടെയും പറയുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഒരു കാര്യം വരുന്നുണ്ട്, ഫിസിക്കൽ ഉണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. ഫിസിക്കൽ ഉണ്ട്, 8 ഇനത്തിൽ 5 ഇനം പാസ്സാകണം എന്നുള്ളത് ഫിസിക്കൽ ഉണ്ട്. ഇനി ഫയർമാൻ ഡ്രൈവറിൽ സ്ത്രീകളുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. ഫയർമാൻ ഡ്രൈവറിൽ സ്ത്രീകളില്ല, പക്ഷേ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൽ ആദ്യമായിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ യോഗ്യത, ഫയർമാൻ ഡ്രൈവറിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ എന്ന് പറയുന്ന ആ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ എന്ന് പറയുന്ന തസ്തികയാണ്. അപ്പോൾ അതിൽ +2 വിത്ത് ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നാണ്. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിലും സെയിം സംഭവം തന്നെയാണ്. ഇതിൽ എന്താ പറയുക, ഹെവി ലൈസൻസും അതേപോലെ +2 ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു VHSCയിൽ പറ്റില്ല എന്നുള്ളത്. VHSC പറ്റും. അത് ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞപ്പോൾ അത് തെറ്റിപ്പോയതാണ്, അത് ക്ഷമിക്കണം എന്നുള്ളത് ഞാൻ കമൻറ്റിലൂടെ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു ഡൗട്ട് വരുന്നുണ്ട്, ഇതിൻ്റെ ഈ ഫയർ ഡ്രൈവറിൽ എന്താ പറയുക, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള അറിവ് എന്നുള്ള കാര്യം വരുന്നുണ്ട്. അത് ഉള്ള ആൾക്കാർക്ക് മുൻഗണന, ചിലപ്പോൾ ഗ്രേസ് മാർക്കോ ഇതുവരെ അങ്ങനെ കഴിഞ്ഞ ലിസ്റ്റിൽ കണ്ടൊന്നും ഇല്ല, അങ്ങനെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മുൻഗണന കൊടുക്കുമായിരിക്കും. അത് ഏത് രീതിയിലാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ എന്താ പറയുക, അതിൻ്റെ പോലെ സ്പെഷ്യലായിട്ടുള്ള സംഭവം ഒന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ, ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ പറയുമ്പോൾ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ എന്ന് പറയുന്ന ആ ഒരു ലൈസൻസ് കൂടെ വേണം. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ എന്ന് പറയുന്ന ആ ലൈസൻസ് ഇല്ലാതെ പിന്നെ ഹെവിയിലേക്ക് പോകാൻ പറ്റും, എല്ലാം എടുക്കാൻ പറ്റും. മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ വേണ്ട വെച്ചാൽ വേണ്ട വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു തസ്തികയ്ക്ക് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ എന്ന് പറയുന്ന ആ ഒരു ഇത് വേണം. ലേഡീസിന് എങ്ങനെയായിരിക്കും അറിയില്ല. പിന്നെ കുറേ ആൾക്കാർക്ക് ഡൗട്ട് വരുന്നുണ്ട്, ഈ ലേഡീസിനും അതേപോലെ തന്നെ ജെൻസിനും അല്ലെങ്കിൽ ഫീമെയിലിനും മെയിലിനുമായിട്ട് 2 ലിസ്റ്റ് ഉണ്ടാവുമോ, അത് ഒരു ലിസ്റ്റ് ആണോ എന്നുള്ള കാര്യം. നമ്മൾ സിവിൽ പോലീസ് ഓഫീസർ ആയാലും ഫയർമാൻ ട്രെയിനി ആയാലും ഫയർ വുമൺ ട്രെയിനി ആയാലും അതേപോലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ആയാലും അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഫീമെയിൽ ആയാലും അതേപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ ആയാലും സിവിൽ എക്സൈസ് ഓഫീസർ വുമൺ ആയാലും എല്ലാറ്റിനും ഒരേ എന്താ പറയുക ലിസ്റ്റ് ആയിരിക്കില്ല, വേറെ ലിസ്റ്റാണ്. അത് വെച്ച് നോക്കുമ്പോൾ എന്തായാലും പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ ഒരു സാധ്യത മാത്രമാണ്. അപ്പോൾ ഇതിന് ലേഡീസിന് വേറെ, അതായത് മെയിലിന് വേറെ ഫീമെയിൽ വേറെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അതിൻ്റെ യോഗ്യത എന്താണ്, എന്തൊക്കെയാണ് ഇപ്പോൾ പരിഷ്കരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നോക്കി നിങ്ങൾക്ക് നോക്കാം, സംശയങ്ങളൊക്കെ തീർക്കാം. അതായത് എന്തൊക്കെയാണ് യോഗ്യത, അതിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത് എന്നുള്ള കാര്യം. അതായത് ഈ സ്പെഷ്യൽ റൂൾ അനുസരിച്ചുള്ള വീഡിയോ ആണ്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഫയർമാൻ ഡ്രൈവറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, ഇപ്പോൾ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. പരീക്ഷ ജനുവരി 18-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു തീവണ്ടിയുടെ എഞ്ചിൻ കുതിച്ച് കയറുന്ന പോലെ നമുക്ക് കുതിച്ച് പഠിച്ച് മുന്നേറി പോകണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ എന്താ പറയുക, ഈ പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇത് പരീക്ഷ നല്ല മാർക്ക് വാങ്ങിയെന്നുള്ള കാര്യമൊന്നുമില്ല. ഫിസിക്കൽ ടെസ്റ്റിനും അതേപോലെ ഡ്രൈവിംഗ് ടെസ്റ്റിനും എന്തായാലും നോക്കണം. അപ്പോൾ ആദ്യം വരുന്ന ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും. ഫിസിക്കൽ ടെസ്റ്റിൽ 8 എണ്ണത്തിന് 5 എണ്ണം പാസ്സാണ്. ലേഡീസിന് അതേപോലെ തന്നെ 7 എണ്ണത്തിന് 5 എണ്ണം എന്ന് വിചാരിക്കുന്നു. ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും 7 എണ്ണത്തിന് 5 എണ്ണം വിചാരിക്കുന്നു. സ്കിപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ലേഡീസിന്. അപ്പോൾ 8 ഇനത്തിൽ 5 ഇനം പാസ്സാവണം എന്നുള്ളതാണ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിലും അതേപോലെ തന്നെ എന്താ പറയുക ഫയർമാൻ ഡ്രൈവറിലും വരുന്നത്. ജെൻസിന്, മെയിലിന്, ഫീമെയിൽ ആണെങ്കിൽ ആ 7 എണ്ണത്തിൽ 5 എണ്ണം എന്നുള്ളതാണ് വരുന്നത് എന്നുള്ള തോന്നുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ ഞാൻ പണ്ട് മുതലേ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, കോമ്പല്ലുള്ളവർക്ക്, കണ്ണിൽ പ്രശ്നമുള്ള ആൾക്കാർക്ക്, കണ്ണ് കാഴ്ച കുറവ് ആൾക്കാർ, കണ്ണ് കാഴ്ച ഇപ്പോൾ ലേസർ ട്രീറ്റ്മെൻറ്റ് പോലുള്ള സംഭവം ലേസിക് സർജറി ചെയ്ത് പരിഹരിക്കുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ ഓക്കെ ആണ്, അത് പ്രശ്നമില്ല, അത് അപ്രൂവ് ആണ്. പക്ഷേ അതൊന്നും പറ്റില്ല, കാഴ്ചയിൽ കുറവുണ്ട്, 0.5 സ്നെല്ലിലും അതേപോലെ തന്നെ 6/6 എന്നുള്ള ആ ഒരു ഇതിലും കാഴ്ച കുറവാണ് 6/2 ഉള്ളൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതെന്തായാലും നോക്കണ്ട. അത് കാഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് യൂണിഫോം തസ്തിക എന്ന് പറയുന്നത്. അത് ഏത് പോസ്റ്റ് ആയാലും യൂണിഫോം എന്ന് പറയുമ്പോൾ അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. പക്ഷേ നോൺ യൂണിഫോം ആയിട്ടുള്ള ഡ്രൈവർ പോസ്റ്റുകൾക്ക് കാഴ്ചയിൽ വലിയ കുഴപ്പമില്ല. കാഴ്ചയിൽ നമുക്ക് ഗ്ലാസ് വെച്ച് പരിഹരിച്ചാൽ എന്നുള്ളത് ശ്രദ്ധേയകരമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ സുഹൃത്തുക്കളെ, ഇനി ഒരു ഡൗട്ട് വരുന്ന വെച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ ലിസ്റ്റിന് 1 വർഷമാണോ കാലാവധി, 2 വർഷമാണോ അതോ 3 വർഷമാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് അല്ലേ. ഇപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ നിലവിലുള്ള ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. 2021 ജൂലൈ 15-നാണ് കഴിഞ്ഞ ലിസ്റ്റ് നിലവിൽ പ്രാബല്യത്തിൽ വന്നത്. അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 2024
എന്താ പറയുക ജൂലൈ 14 അർദ്ധരാത്രി 12 മണി വരെയാണ് കാലാവധി. ഏതാണ്ട് ഇപ്പോൾ നിലവിലുള്ള പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ കാലാവധി എന്നുള്ളത് ഒരു 9 മാസം 8 മാസത്തോളം ഉണ്ട്. അപ്പോൾ ആ ഒരു നിലവിൽ നിയമന നില എന്താണ് എന്നുള്ള കാര്യം എല്ലാവർക്കും ഡൗട്ടുണ്ട്. അപ്പോൾ 729 750 ഉള്ളിലായിട്ടാണ് നിയമനം നടന്നിരിക്കുന്നത്. NJD പിന്നെ ഫ്രഷ്. ഓക്കെ, ഇപ്പോൾ NJD എന്താണെന്ന് ഡൗട്ട് വരാം. അപ്പോൾ ഓൾറെഡി ഒരാൾക്ക് അഡ്വൈസ് ചെയ്തു, ആൾക്ക് താല്പര്യമില്ല, വേറെ ജോലി ഉണ്ടെന്ന് വെച്ചാൽ വീണ്ടും അതേ പോസ്റ്റ് തന്നെ ഒരാളെയും കൂടെ അഡ്വൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ NJD എന്ന് പറയുമ്പോൾ ഫ്രഷ് ആണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ഫ്രഷ് വെച്ച് നോക്കുമ്പോൾ 700-നുള്ളിൽ മാത്രമേ ഉള്ളൂ. NJD ഒരു 50-ന്റെ താഴെ മാത്രമേ ഉള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ നിയമനം നിൽക്കുന്നത്. അതിലിപ്പോൾ 2021 ഇറങ്ങിയ സ്പെഷ്യൽ റൂൾ ഞാൻ പ്രത്യേകം എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്പെഷ്യൽ റൂളിനനുസരിച്ച് എന്താ പറയുക, ഈ എക്സ് സർവീസ്മാൻ ആയിട്ടുള്ള വിമുക്ത പഠനമായിട്ടുള്ള ആൾക്കാർക്ക് 10% മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രകാരം ഇപ്പം നിലവിൽ ഒരു 35 വേക്കൻസി അവർ മാറ്റി വെച്ചിട്ട് നോട്ടിഫിക്കേഷൻ വിളിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അത് പ്രത്യേകം, അതായത് 350 ഫ്രഷ് വേക്കൻസിക്ക് ആനുപാതികമായി 35 വേക്കൻസി നോട്ടിഫിക്കേഷൻ വിളിക്കാനായിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഉടൻ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ കാലാവധി 9 മാസം നിലവിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതേപോലെ 3 വർഷം കിട്ടുമോ എന്നുള്ള ഡൗട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഫയർമാൻ ഡ്രൈവറിൻ്റെ ഏകദേശം കാലാവധി 6 മാസമുണ്ട്. അതേപോലെ പോലീസ് ഡ്രൈവറിൻ്റെ 9 മാസമുണ്ട്. പക്ഷേ ഇനി വരാൻ പോകുന്ന ഫയർമാൻ ഡ്രൈവറിൻ്റെ ആയാലും അതേപോലെ പോലീസ് ഡ്രൈവറിൻ്റെ ആയാലും കാലാവധി എന്ന് പറയുന്നത് 1 വർഷമാണ്. 1 വർഷത്തിൽ വരുന്ന വേക്കൻസിയും അതിൻ്റെ അടുത്ത് വരുന്ന പ്രതീക്ഷിതമായിട്ടുള്ള കുറച്ച് വേക്കൻസിയുമാണ് കിട്ടുക. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ വരുന്ന ഒരു ഫെബ്രുവരിയിലാണ് കാലാവധി അവസാനിക്കാൻ വിചാരിക്കുക ഒരു ഫയർമാൻ ഡ്രൈവറിൻ്റെ. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ട്രെയിനി ആയതുകൊണ്ട് ഈ എന്താ പറയുക നവംബറിൽ തന്നെ കുറച്ച് വേക്കൻസി റിപ്പോർട്ടായി കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഫയർമാൻ ഡ്രൈവറിൻ്റെ അങ്ങനെ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പോലീസിൻ്റെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഒക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതായത് അടുത്ത മെയിൽ വിരമിക്കാനിരിക്കുന്ന ആൾക്കാരുടെ ഒഴിവ് നേരത്തെ തന്നെ റിപ്പോർട്ടാക്കി കൊടുക്കുക. ട്രെയിനി എന്ന ആ ഒരു സ്ഥിതിക്ക് എന്താ പറയുക മുൻകൂട്ടി റിപ്പോർട്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ട്രെയിനി പോസ്റ്റുകൾക്ക് മാത്രം അങ്ങനെ. ട്രെയിനി പോസ്റ്റ് എന്ന് പറയുമ്പോൾ 1 വർഷമാണ്. ട്രെയിനി പോസ്റ്റ് ഏത് തസ്തിക ആയാലും 1 വർഷമാണ് അതിൻ്റെ കാലാവധി വരുന്നത്. XA ആയാലും എന്താ പറയുക സിവിൽ പോലീസ് ഓഫീസർ ആയാലും വുമൺ സിവിൽ പോലീസ് ഓഫീസർ ആയാലും ഫയർവുമൺ ആയാലും ഫയർമാൻ ആയാലും ഫയർമാൻ ഡ്രൈവർ ആയാലും അതേപോലെ തന്നെ എന്താ പറയുക ഏത് ട്രെയിനി പോസ്റ്റ് ആയാലും ആ പോസ്റ്റുകൾക്കൊക്കെ നിലവിൽ 1 വർഷമാണ് കാലാവധി വരുന്നത്. ഓക്കെ, ഇനി ഫയർമാൻ ഡ്രൈവറിൻ്റെ നിലവിൽ എന്താ പറയുക എത്ര ആൾക്കാരെ ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ 100 ചില്ലാനം ആൾക്കാർ, 100 101 അങ്ങനെ ഒരു 100-ന്റെ ആ ഒരു ഏകദേശം ഒരു ഇതിലാണ് ഫയർമാൻ ഡ്രൈവറിൻ്റെ അഡ്വൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ പോലീസ് ഡ്രൈവറിൻ്റെ 700 ചില്ലാനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ ഇതിന് ഫയർമാൻ ഡ്രൈവറിന് 6 മാസവും പോലീസ് ഡ്രൈവറിന് ഒരു 9 മാസവും. ഓക്കെ, ഇനി എല്ലാവർക്കും ഡൗട്ട് വരുന്ന കാര്യം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു സ്വിമ്മിങ്ങിൻ്റെ കാര്യമില്ല. അതായത് ചിലപ്പോൾ ട്രെയിനിങ്ങിൻ്റെ വേളയിൽ അത് ട്രെയിൻ ചെയ്ത് നമ്മൾ അത് കാണിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആ ട്രെയിനിങ്ങിന് അങ്ങനെയാണ് ഇപ്പോൾ പോലീസ് ഡ്രൈവറിന് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാരെ സ്വിമ്മിങ് പാസ്സാക്കിയിട്ടാണ് ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കി വിടുന്നതെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഇതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ ക്വാളിഫിക്കേഷനിൽ അതായത് നോട്ടിഫിക്കേഷനിൽ ട്രെയിനിങ് ഇതിൻ്റെ സ്വിമ്മിങ്ങിൻ്റെ കാര്യം പറയുന്നില്ല. ഓക്കെ, നീന്തൽ പരീക്ഷ എന്നുള്ള സംഭവം പറയുന്നില്ല. ഫിസിക്കൽ വരും. അതേപോലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആദ്യം വരുന്നത് ഫിസിക്കലാണോ ഡ്രൈവിംഗ് ടെസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 1000 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. 1000 പേർക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അത്രയും PSC നഷ്ടമല്ലേ വരിക. കാരണം വെച്ചാൽ വണ്ടി അതേപോലെ അതിന് വരുന്ന ഡ്രൈവർ അത് ഒരുപാട് ദിവസം നീണ്ടു നിൽക്കും. അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രാഥമിക ടെസ്റ്റാണെന്ന് കരുതിയിട്ട് അതിൽ കുറേ ആൾക്കാർ ചിലപ്പോൾ എന്തായാലും ഫിസിക്കൽ നമുക്കറിയാമല്ലോ ഒരു 1000 പേര് പോയി കഴിഞ്ഞാൽ മാക്സിമം ഒരു 700-500 പേരൊക്കെ പാസ്സാവുള്ളൂ. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് ഇപ്പോൾ എന്താ പറയുക അതിൻ്റെ പാസ്സായ ആൾക്കാരെ കൊണ്ട് വീണ്ടും ടെസ്റ്റ് ആൻഡ് റോഡ് ടെസ്റ്റ് എടുപ്പിക്കുമ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുപ്പിക്കുമ്പോൾ അത് വിഷയമില്ലല്ലോ. അപ്പോൾ ആദ്യം വരുന്നത് ഫിസിക്കലായിരിക്കും. കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ അങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ ആയിരിക്കും വരിക. നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞാൽ തന്നെ എന്തായാലും ഫിസിക്കലിൻ്റെ കാര്യം നോക്കുക. നിങ്ങൾക്ക് ഫിസിക്കൽ പേടിയാണ് ചോദിക്കുകയാണെങ്കിൽ ഇന്ന് മുതൽ തന്നെ നാളെ മുതൽ തന്നെ നിങ്ങൾ ഫിസിക്കലിനായിട്ട് ഓടാനും ചാടാനൊക്കെ തയ്യാറാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ലേഡീസിന് എന്തെങ്കിലും എന്താ പറയുക പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടോ റിസർവേഷൻ ഉണ്ടോ എന്നുള്ള സംഭവം ചോദിച്ചാൽ റിസർവേഷൻ അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. പിങ്ക് പോലീസ് പോലുള്ള വനിതാ പോലീസ് സ്റ്റേഷൻ പോലുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ മിക്കവാറും ലേഡീസിൻ്റെ ക്യാമ്പിലും മറ്റുള്ള ആൾക്കാർ വിന്യസിപ്പിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താ പറയുക റിസർവേഷൻ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ റിസർവേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20% ആൾക്കാരെ 100-20% ആൾക്കാരെ ബൈ ട്രാൻസ്ഫറിലൂടെ നിയമിക്കും. അതായത് സിവിൽ പോലീസ് ഓഫീസർ അതേപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ ലേഡീസ് ആയിട്ടുള്ള ആൾക്കാർ ഫീമെയിൽ ആയിട്ടുള്ള ആൾക്കാരെയും ഉൾപ്പെടുത്തി അതേപോലെ ക്യാമ്പ് ഫോളോവർ ഓഫീസ് അറ്റൻഡർ ആയിട്ടുള്ള ആൾക്കാർ പോലീസ് വകുപ്പിൽ ജോലി ചെയ്യുന്ന താഴ്ന്നതായിട്ടുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടും എന്താ പറയുക 20% അവർക്ക് നൽകിക്കൊണ്ട് അതേപോലെ എക്സർവീസ്മാരും 10% നൽകിക്കൊണ്ടാണ് ഇതിൻ്റെ എന്താ പറയുക റിസർവേഷൻ വരിക. അപ്പോൾ 100 ഒഴിവ് വരുമ്പോൾ 30 ഒഴിവ് ആ ഒരു വകയിലേക്ക് മാറ്റും എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ റൊട്ടേഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളത് ഈ തസ്തിക പുതിയതായിട്ട് ഉണ്ടാവുക എന്നുള്ള സംഭവം നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ സർക്കാരിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ ലേഡീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലേഡീസിന്
ഇനി കുറച്ച് എന്താ പറയുക ലേഡീസിനായിട്ടുള്ള സ്പെഷ്യൽ വിജ്ഞാപനമാണെങ്കിൽ അതിനായിട്ട് സ്പെഷ്യലായിട്ട് ഒരു തസ്തിക രൂപീകരിക്കണം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അതൊക്കെ എന്താ സംഭവം നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. ഓക്കെ, നിലവിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ തസ്തികയിൽ എനിക്ക് 795 റാങ്ക് ഉള്ളത്. അതിൻ്റെ കാലാവധി 9 മാസമുണ്ട്. ഇപ്പോൾ നിലവിൽ മുസ്ലിം കാൻഡിഡേറ്റായ ഞാൻ, എൻ്റെ തൊട്ട് മുമ്പുള്ള മുസ്ലിം ആരാണ് അവസാനം കയറിയിട്ടുള്ളത് വെച്ചാൽ 765 വരെയുള്ള ആൾക്കാർ കയറിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇനി കുറച്ച് വേക്കൻസി കിട്ടി കഴിഞ്ഞാൽ എന്തായാലും കയറും എന്നുള്ളത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ എന്തായാലും ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം സ്റ്റാർട്ടിങ് തന്നെ എൻ്റെ അഡ്വൈസ് വരും എന്നുള്ള പ്രതീക്ഷയാണ് കേട്ടോ, പ്രതീക്ഷയാണല്ലോ. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. ഇനി പ്രത്യേകം പറയാൻ ഡൗട്ട് വരുന്നത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ ഇനി കൂടുതൽ ഡൗട്ടുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്തിടാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ ആ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം. എന്തായാലും പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഫയർമാൻ ഡ്രൈവറിൻ്റെ ഇന്നത്ര ഡേറ്റ് 22 അല്ലേ, 22 ഡേറ്റ്. നാളെ മുതലാണ് ഫയർമാൻ ഡ്രൈവറിൻ്റെ കൺഫർമേഷൻ വരുന്നത്. കൺഫർമേഷൻ മറക്കാതെ തന്നെ കൊടുക്കുക, ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയില്ല, മറക്കാതെ കൊടുക്കുക. അപ്പോൾ പരീക്ഷ എന്തായാലും ജനുവരി 18 അപ്പോൾ പോലീസ് ഡ്രൈവറിൻ്റെ പരീക്ഷ എപ്പോഴാണ് ഉണ്ടാവുക എന്ന ഡൗട്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കൺഫർമേഷൻ അപേക്ഷ ഡേറ്റ് വരുന്നത് മിക്കവാറും അവസാന ഡേറ്റ് വരുന്നത് ഡിസംബറിൽ അവസാനമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ചിലപ്പോൾ കൺഫർമേഷൻ ഡേറ്റ് വരാം. കൺഫർമേഷൻ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു 2 മാസത്തിനുള്ളിൽ പരീക്ഷ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏകദേശം ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആയിട്ടാണ് എൻ്റെ മൈൻഡിൽ ഞാൻ കാണുന്നത്. അപ്പോൾ അതിനുള്ളിൽ പരീക്ഷ എന്തായാലും ഉണ്ടാവും. എന്തായാലും അതിൻ്റെ സിലബസ് അനുസരിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വീഡിയോ തന്നെ, അതായത് ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ടോപ്പിക്സ് 20 മാർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ IPCയുടെ ടോപ്പിക്ക് കൂടെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. ബാക്കിയൊക്കെ പിന്നെ സെയിം ആവാനാണ് സാധ്യത. ബാക്കി IPCയുടെ മാത്രം ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനായിട്ട് സ്പെഷ്യലായിട്ട് പഠിക്കുക. അതൊക്കെ അതിൻ്റെ ക്ലാസ് എന്തായാലും ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഒന്നുകൂടി നമ്പർ ഞാൻ പറയാം, നോക്കുക. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഡീറ്റെയിൽസ് ഇടാം, അത് നോക്കുക, വാട്സപ്പ് ചെയ്ത് കാര്യങ്ങൾ അന്വേഷിച്ച് കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അടുത്ത ബാച്ച് ആരംഭിക്കാനായി. ഇപ്പോൾ നിലവിലുള്ള ബാച്ചിലൂടെ നിങ്ങൾക്ക് ഡ്രൈവർ പാർട്ട് മറ്റുള്ളതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. വീണ്ടും അതിൻ്റെ നവംബർ 29 കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ എന്തായാലും പൂർണ്ണ ഊർജ്ജത്തോടെ തന്നെ നമ്മൾ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെയും ഫയർമാൻ ഡ്രൈവറിൻ്റെയും കംപ്ലീറ്റ് സിലബസ് ഉൾപ്പെടുത്തിക്കൊണ്ട്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, PDF നോട്ടുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈ ഫയർമാൻ ഡ്രൈവറും അതേപോലെ തന്നെ ഈ പോലീസ് ഡ്രൈവറും സ്വപ്നമായി കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അവർക്ക് വേണ്ട വിവരങ്ങളും കാര്യങ്ങളൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം. എന്തായാലും അവർക്ക് ക്ലാസ് കൃത്യമായി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. എന്തായാലും സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കിടിലൻ ഇൻഫർമേഷനുമായി ക്ലാസ്സുമായി വീഡിയോയുമായി വീണ്ടും തിരിച്ചെത്താം. അതുവരെ സൈനിങ് ഓഫ് ഹാരിസ്. ഗുഡ് ബൈ.